ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിന് മുമ്പായി വന്ന യോഹന്നാൻ സ്നാപകനെ പറ്റിയുള്ള അരുളപ്പാട് നമ്മൾക്ക് ഗബ്രിയേൽ ദൂതൻ അറിയിച്ചത് മനസ്സിലായി. ഇന്ന് 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് 1:26 മുതൽ 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവൻ ആകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിൻ്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഇതാണ് നമ്മൾക്ക് ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധ കന്യകാമറിയമിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. കൃപ ലഭിച്ചവളായി അന്നുണ്ടായിരുന്ന സ്ത്രീകളിൽ, കന്യകയായ സ്ത്രീകളിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന വിശുദ്ധ കന്യകമറിയാമിനെ ദൈവം തിരഞ്ഞെടുത്ത് ഗബ്രിയേൽ ദൂതനെ അങ്ങോട്ട് അയക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ തയ്യാറായ വിശുദ്ധ, അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ആ വലിയൊരു ശക്തി, അത് വിശ്വസിക്കുന്ന ആ വിശുദ്ധ കന്യാമറിയാമിനെ പോലെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ തെളിഞ്ഞു. മാത്രമല്ല, മച്ചി എന്ന് പറഞ്ഞ എലിസബത്തിന് 6-ാം മാസം. അപ്പോൾ യോഹന്നാൻ സ്നാപകനും യേശു കർത്താവും തമ്മിലുള്ള പ്രായവ്യത്യാസം 6 മാസം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ അതിനെ സ്വീകരിച്ച വിശുദ്ധ കന്യാമറിയമിന് അനുഗ്രഹം ലഭിച്ചു. ആ വിശുദ്ധ കന്യാമറിയം ലോകത്തിൻ്റെ മാതാവായി ഇന്ന് സഭകൾ ചിത്രീകരിക്കുമ്പോൾ ഞാനും നിങ്ങളും ആ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവേചനത്താൽ നിങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. കണ്ണു നിറയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഗബ്രിയേൽ ദൂതൻ്റെ ആ സംഭാഷണം വിശ്വസിച്ച് ഏറ്റെടുത്തതുപോലെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിക്കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.